ഹലോ, നമ്മളിപ്പം ഇക്കുൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സമയം എത്ര മണിയായെന്നറിയാമോ? 11:05. കുട്ടിയൊക്കെ നല്ല കളിയിലാണ്. 11:05 നല്ല ഉറക്കിയ കുട്ടിയായിരുന്നു. രാത്രി നമ്മൾ കിടന്നിരുന്നു കേട്ടോ. ആ ടൈം മുമ്പിൽ എൻ്റെ ഇക്കുൻ്റെ ഫോണിലേക്ക് ഒരു കോൾ. അമ്മയമ്മ, ഇജ്ജ് പോളെയും കുട്ടീനെയും കൂട്ടിയിട്ട് ഇപ്പം വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇക്ക് കുറേ കാര്യം ചോദിച്ചിട്ട് ഓളത് പറഞ്ഞില്ല. അവളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയമ്മ അത് പറഞ്ഞില്ല. കുട്ടീനെ ഓളെയും കൂട്ടിയിട്ട് ഇപ്പം വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓള് വാശി പിടിച്ചു. അങ്ങനെതാ തുണി മാറ്റി നിൽക്കുന്നു. ഇക്കുവാണെങ്കിൽ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. അത് താഴെ നമ്മുടെ വീടത്തെ ഏരിയ അതിനെക്കൊണ്ട് വണ്ടി കയറില്ല. അപ്പോൾ വണ്ടി താഴെ പോയി എടുക്കാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ. ഇതാവുന്ന വണ്ടിയൊക്കെ എടുത്തുങ്ങാണ്ട് വന്ന് അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല പട്ടി വരക്കനുണ്ട്. താഴേക്ക് ഇറങ്ങി പോവുകയാണ്. 11:30 നിലക്കണം. വീടെത്തി ഇപ്പോൾ 3 മാസം അതിനെക്കൊണ്ട് പട്ടി നമ്മളെ കണ്ട് മറന്നുപോയി. അങ്ങനെ പട്ടി കിടന്ന് കുരക്കുന്നു. ഇതാണ് ഇക്കുവിൻ്റെ സ്നേഹനിധിയായ അനിയൻ. ഇതാണ് പാതിരാത്രിക്ക് വിളിച്ച് വരുത്തിയ എൻ്റെ പുന്നാരമ്മയമ്മ. എന്തിനാണ് വിളിച്ചത്? ഈ ഒരു മഞ്ച് കൊടുക്കാൻ വേണ്ടി. പാതിരാത്രിക്ക് ഒന്ന് ആലോചിക്കണം. നമ്മൾ വീട്ടിലെത്തിയത് 11:45. എന്നിട്ടൊന്നും അറിയാത്തവർ നിൽക്കുകയാണ്. അച്ഛൻ ഭയങ്കര ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ നമ്മളെ മൈൻഡ് ആക്കില്ല എന്നുള്ള മട്ടിൽ അച്ഛൻ ഭയങ്കര ഫോസൊക്കെ ഇട്ട് ഫോണുമ്പോൾ കളിച്ചിങ്ങാണ്ട് കുത്തിരിക്കുന്നുണ്ട്. ദായിക്കു വന്നവിടെ താഴെ ഇരിക്കാൻ തുടങ്ങി. പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അതായത് എൻ്റെ നാത്തൂനും എൻ്റെ അനിയനുമാണ് കേട്ടോ. നല്ല ഉറക്കത്തിലായിരുന്നു. കുട്ടിയല്ലേ, കുട്ടീനെ കണ്ടപ്പോഴത്തേക്കും വാപ്പച്ചീൻ്റെ മനസ്സിലായി. അങ്ങനെയാണല്ലോ, പേരക്കുട്ടീനെ കാണുമ്പോൾ ഈ അച്ഛൻ്റെ അമ്മേൻ്റെ മനസ്സിലാകുമല്ലോ. എൻ്റെ വീട്ടിലെടുപ്പല്ലല്ലോ. അങ്ങനെ കുട്ടീനെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ച് വാപ്പിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയമ്മ കിടന്ന് അവിടെ ഷോഫൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നാത്തൂനാണെങ്കിൽ പറയേ വേണ്ട, ഭയങ്കര ഷോഫാണ്. പണ്ട് കാര്യമില്ല, കുട്ടിയല്ലേ. അങ്ങനെ കുറേ നേരം കളിക്കൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കുന്നവന്. 3 മാസമായിട്ടോ നമ്മൾ വീട് മാറിയിട്ട് സെപ്പറേറ്റാണ്. നമ്മളെല്ലാവരും കൂടെ ഒറ്റ വീട്ടുമ്പോൾ തന്നെയായിരുന്നു. പിന്നെ ഞാനും അമ്മയും നല്ല സ്നേഹത്തിലായതിനെക്കൊണ്ട് പിന്നെ ഒത്തങ്ങ് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ അങ്ങ് വീട് മാറി. അതായത് അമ്മയമ്മ പോരൊന്നുമല്ല കേട്ടോ, ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ, വേറൊരു പ്രശ്നമൊന്നുമില്ല. ഈ രാവിലെ എണീക്കണം, ഞാനോളും ഓളും പറയുന്നത് അമ്മയമ്മയാണ് കേട്ടോ. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്കൊക്കെയാണ് കേട്ടോ. അപ്പം ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും താന്ന് കൊടുക്കില്ല, പറഞ്ഞിട്ട് കാര്യമല്ല. രണ്ടുപേരും പെണ്ണല്ലേ, പെൺവർഗം അങ്ങനെയാണല്ലോ. ഞാൻ ഡീസൻ്റാണ്. അങ്ങനെ 3 മാസമായിട്ട് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ ഇറങ്ങിപ്പോയിട്ടും ഞങ്ങളുടെ ഇടയിലുള്ള ബോണ്ടൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇറങ്ങിപ്പോയി ഇക്കുവിനെ കൊണ്ട്. പക്ഷേ ഓളിങ്ങനെ എപ്പം നോക്കിയാൽ എൻ്റെ ഇക്കുൻ്റെ അടുത്ത് ഇങ്ങനെ പരാതി പറയും. എൻ്റെ പെണ്ണ് കുട്ടീനെ ഞങ്ങളുടെ അടുത്തൊന്ന് മാറ്റിയതാണെന്നൊക്കെ പരാതി പറയും. എനിക്കോളെ കാണണമെന്നൊക്കെ പൂതി ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ഇക്കുവിൻ്റെ അടുത്തും പറയില്ല. ഞാനും തൊട്ട് അഹങ്കാരം ഇല്ല, ഈ അഹങ്കാരം വിട്ട് കൊടുക്കൂല എന്നുള്ള മട്ടിൽ ഞാനും എനിക്ക് ഒച്ച ദിവസം വിളിയുണ്ട് എന്നുള്ള നാട്ടിലൊക്കെയാണ് ഞാൻ നിൽക്കാറ്. പറഞ്ഞിട്ട് കാര്യമല്ല, ഓളും അങ്ങനെ തന്നെ. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഭയങ്കര സ്നേഹമൊക്കെയാണ് കേട്ടോ. അമ്മരുമോൾ എന്നുള്ള ഇതൊന്നല്ല, നല്ല സ്നേഹത്തുമ്മലൊക്കെയാണ്. ചില സമയത്ത് മാത്രം ഞങ്ങൾ രണ്ടാളുടെ ദേഹത്ത് സാത്താൻ കയറുന്നു അത്ര. അങ്ങനെ 3 മാസമായിട്ട് ഞങ്ങൾ വീട് മാറി. പിന്നെ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ വരുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസൊക്കെ കാണും. വലിയ കൂട്ടമൊന്നുമില്ല. പിന്നെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വീഡിയോ കോൾ ആക്കും. പക്ഷേ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടില്ല. പിന്നെ എന്നെ കാണണം എന്നൊക്കെ എൻ്റെ ഇക്കുവിൻ്റെ അടുത്ത് പറയും, ഞാൻ ഇക്കുവിൻ്റെ അടുത്തും പറയും. പക്ഷേ ഓനിങ്ങനെ അമ്മയും വേണം ഭാര്യയും വേണം എന്നുള്ള മട്ടിലായതിനെക്കൊണ്ട് രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് കളിക്കില്ല. കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയാണെന്നൊക്കെ അറിയാം. ഇക്ക് കിടന്ന് ഉറങ്ങല്ല കേട്ടോ, അവന് ഫോണുമ്പോൾ കളിക്കാം. പിന്നെ ഞാൻ ഫോണും കൊണ്ട് ക്യാമറ പിടിക്കുന്നതിൻ്റെ പുറകെ പാത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് യൂട്യൂബിലിടുന്നൊക്കെ അറിയാം. അതുകൊണ്ട് പിന്നെ വീട്ടിൽ കയറിയാൽ ഞാൻ ആ സമയത്തൊക്കെ ഹെഡ് വെയിറ്റ് ഇട്ട് ഞാൻ മുറ്റത്ത് തന്നെ നിന്ന്. ഓള് പറഞ്ഞ് നിന്നെ ഇനി വീട്ടിൽ കയറ്റാൻ വേണ്ടി 2 ബംഗാളികളെ വേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഷോയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പിന്നെ വേണമെന്നില്ലാതെ ഞാനും കയറി. എന്നിട്ട് കാര്യമില്ല, എനിക്ക് അമ്മയല്ലേ, എനിക്കോ ആരുമില്ല. പിന്നെ എനിക്കെന്നാ സ്വന്തം പറയാൻ ഇവരൊക്കെ തന്നെ ഉള്ളു. കണ്ടില്ലേ, കുട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. എന്നെ ആരും മൈൻഡൊന്നും ചെയ്യണില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ മിച്ച നല്ല ഉറക്കം വന്നത് 1 മണിക്കാണ് കേട്ടോ. അവനങ്ങനെ കിടത്തി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കുറേ എൻ്റെ പഴയ തുണികൾ കൊണ്ടായിരുന്നു. പിന്നെ അമ്മ കുറേ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് വന്നു കേട്ടോ നമ്മൾ. പിന്നെ അവിടെ നിന്ന് കുറച്ച് അരി സാധനങ്ങളൊക്കെ എടുത്ത് അവർ വീട് മാറുന്നതിനെ കൊണ്ട് അന്നൊക്കെ എടുത്ത് തന്ന്. ഇതൊക്കെയാണ് കേട്ടോ ടോപ്പുകൾ. കുറച്ച് ഞാനത് മൊത്തമായിട്ട് ഞാൻ തുറന്നൊന്നും നോക്കിയില്ല. ഞാനെല്ലാം വലിച്ചു വരേണ്ട സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഫുഡ് കഴിച്ച് 1:30 അവിടെ നിന്ന് അവർ കിടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമെന്ന് വിചാരിച്ചില്ല. രാത്രി ഓൾ സ്വപ്നം കണ്ടെണീറ്റതാണ്. ഞാൻ കിടക്കാൻ വേണ്ടി വന്നു.